പയ്യന്നൂർ ബാലസമാജം ആർട്സ് ക്ലബിന്റെ നാടകം സദാരം. ജഡ്ജസ് പ്ലീസ് നോട്ട്. ഞാൻ മായാപുരി രാജ്യത്തുള്ള തിലോത്തമ എന്ന നടിയാണ്. അവിടെ നിന്ന് തന്നെയാണ് വരുന്നത്. താങ്കളുടെ ഭർത്താവ് പുഷ്പാങ്കദൻ സവിശേഷമായ ഒരു കൈലേസ് വിൽക്കുവാനായി മായാപുരത്തിൽ വരികയും അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കേട്ടാ നിങ്ങൾ നാടകക്കാരനാ? വാങ്ങി പിന്നെ എനിക്ക് പ്രാന്തണ്ട് കുപ്പായിട്ട് നിൽക്കാൻ. നിങ്ങൾക്ക് പ്രാന്തണ്ടെന്നില്ലെങ്കിൽ എനിക്ക് അറിയില്ല കേട്ടോ. ദയ തോന്നാൻ കാരണം നമ്മുടെ ഭാഗ്യം തന്നെ. പ്രിയതമൻ വല്ലതും പറഞ്ഞു വിട്ടോ? ഈടെ ക്രിസ്മസ് എപ്പാന്ന്? ഈ നാട്ടിൽ ക്രിസ്മസ് അപ്പൂപ്പൻ വരുന്ന ഒരു ദിവസം ഉണ്ടാവുമല്ലോ, അതെപ്പാന്ന് ചോദിച്ചു. ഞാൻ ക്രിസ്മസ് അപ്പൂപ്പന്റെ കുപ്പായം വാടക കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇതുവരെ കിട്ടിയിട്ട. ഞാൻ വിളിച്ചു നിങ്ങളൊരു ക്രിസ്ത്യാനി ആയിരിക്കുന്നു, അങ്ങനെ ചോദിച്ചു. ആർക്ക് വാടക കൊടുത്ത്? സുരേഷൻ കാവുന്തായ, സൺ ഓഫ് ലേറ്റ് ശ്രീ ശേഖരൻ കാവുന്തായ. തെളിവിനായി വല്ലതും കൊടുത്തയച്ചോ? തെളിവിനായി ഇതാ വിശേഷപ്പെട്ട കൈലേസ് കൊടുത്തുവിട്ടിട്ടുണ്ട്. കൊടുത്ത പിന്നെ അപ്പൂപ്പനുമില്ല, കുപ്പായുമില്ല, പൈസയുമില്ല. നാം തുന്നിയ തൂവാല തന്നെയാണല്ലോ. രാജാതിരാജൻ മായാപുരി ഭരിക്കും കാമപാല മഹാരാജാവ് എഴുന്നള്ളുന്നേ. மச்சான் டென்ஷனா இருக்கியா? எதுக்குடா இவ்வளோ டென்ஷனு? பாய்ஸ் கரெக்ட், லெஜெண்ட்ஸ் ஆக்ட். ഭദ്രേ സ്വാഗതം. മനോഹരമായി ഈ നവയൗവന കാലത്ത് ഭവതിക്ക് കാട്ടിൽ കറങ്ങേണ്ടി വന്നതിൽ എനിക്ക് അനുകമ്പയുണ്ട്. ഞാൻ വളരെയധികം സ്ത്രീകളെ കണ്ടിട്ടുണ്ട്, എന്നാൽ ഇത്രയും ഗംഭീര മനോഹരമായ അയ്യോ മഹാരാജൻ, അവിടുത്തെ മുഖത്തിൽ നിന്നും പുറപ്പെടാൻ പോകുന്ന വാക്കുകളെ അവിടെ നിന്ന് ഉപസംഹരിക്കണം. എനിക്കവ കേൾക്കാൻ പാടില്ല. ഈ മായാപുരി രാജ്യത്തെ ചക്രവർത്തിയായ ഞാൻ എന്റെ രാജകീയമായ കിരീടം നിന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പണം ചെയ്യുന്നു. ഭവതി എന്റെ പട്ടമഹർഷിയാവുന്നു. അടിച്ചത് നീയാണ് സുരേഷ, അടിപ്പിച്ചതാരാണെന്ന് പറ. ആ സാധുവിന്റെയും അവിടുത്തെയും വ്യത്യാസം അറിയാത്ത പക്ഷം ഞാൻ എന്ത് മൂഢയാണ്. ഒരിക്കലും ഞാൻ അവിടുത്തെ വെറുതെ ഉപേക്ഷിക്കുകയില്ല. ആരാടാ നിന്നെ പറഞ്ഞയച്ചത്? അവിടുത്തെ അനുരാഗ ശക്തിയിൽ എനിക്കിപ്പോഴും വിശ്വാസമായുള്ളൂ. നമ്മുടെ സമാഗമം എന്തിനാണ് ഈ സാധുവിന്റെ വധത്തോടു കൂടി സമാരംഭിക്കുന്നത്? നാടകം കഴിയുന്നോട് നിന്റെ കഥ ഞാൻ കഴിക്കും. നിന്നെ പറഞ്ഞ ചാനിയും വണ്ടിത്തോട്ടത്തിലിട്ട് ചക്കൂഷിച്ച് മൂതം. അടിപ്പിച്ചവനാണെന്ന് പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ കാണും പഠിക്കും. നിർത്തിയാലും എനിക്ക് കാമപാലനെ വിവാഹം കഴിക്കാൻ സമ്മതമാണ്. ഇത്ര അനുരാഗദാർഢ്യവും പരമയോഗ്യതയും അവിടത്തെക്കാൾ മറ്റാർക്കും ഉണ്ടാവുന്നതല്ല. പുഷ്പാങ്കദനെ നമുക്ക് കടലിൽ അയച്ചാ പോരെ? ഭഗവതിയുടെ വാക്കുകളിൽ ഞാൻ കൃതജ്ഞനായിരിക്കുന്നു. പോയിക്കൊള്ളുക, എങ്ങോട്ടെങ്കിലും പോയിക്കൊള്ളുക. ഇനി മേലാൽ നിന്നെ ഈ രാജ്യത്ത് കണ്ടുപോകരുത്.
അടിച്ചത് ഞാനാന്ന് അച്ഛൻ മനസ്സിലായി. ഹൃദയം അടുപ്പിച്ചത് ആരാന്ന് ചോദിച്ചു. പറഞ്ഞില്ലെങ്കിൽ എന്നെ കാണുന്നിടന്ന് തല്ലുന്ന പറഞ്ഞു നിന്റെ അച്ഛൻ. ഒരൊറ്റ അടിയെന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ സമ്മതിച്ച് എന്നിട്ട് പീഠം വരുത്തിയില്ലേ? പക്ഷെ അടി നിർത്തിയില്ല സുമലതേ. സുരേഷ് ചേട്ടാ, നമുക്ക് നാട് വിടാം. ഞാനൊരിക്കൽ നാട് വിട്ടതല്ലേ സുമലതേ. എന്നെ ആത്മഹത്യ മാത്രമേ ബാക്കിയുള്ളൂ. അച്ഛനെ തല്ലിച്ചു എന്നില്ല പേര് ദോഷം വരുമല്ലോ സുരേഷ് ചേട്ടാ. ഏതാപത്തിലും സുരേഷ് ചേട്ടൻ കൂടെ ഉണ്ടാവും. ചങ്കു പറിച്ചേരണം. സുമലത പറഞ്ഞ ചാടി ചാവാൻ പറഞ്ഞ ചാടണം. സുമലത പറഞ്ഞ ചാടും. സത്യം. സുമലത പറഞ്ഞ സത്യം. നിന്റെ നിശ്വാസത്തിൽ പൂണ്ടു ചേരുമൊരു പാൽ അലിയാൻ പടരാൻ പുതിയായി വരവായി പകരും കനവേളി നിന്നിൽ വന്ന് ജന്മജന്മം ആയിരജന്മം ശിലയായി അമരാൻ സുഹൃതം പറണേ. ഇല്ല. വരുമോ നീ എന്നേ വേഗം വേണി നിറയൂ. ഉറപ്പല്ലേ? On your mark. Get set, go! സുമലതേ. ഇടത്തേക്ക് പാർലമെന്റിലേക്കാ. ചാവാൻ പോകുമ്പോഴെങ്കിലും വെറുതെ പോകാൻ പറ്റൂടെ? സുരേഷൻ കാവൻ താഴെയല്ലേ? അതെ, പയ്യന്നൂർ പോലീസല്ലേ? എന്താണത്? ഇത് അയക്കാൻ പറ്റും കേൾക്കുന്നില്ല സാറേ. ഫാൻസുകാർ ഉണ്ടായാലും പോലീസുകാരെ ആക്രമിക്കൊന്ന് ഭയം ഉണ്ടോ ഇയാൾക്ക്? ഞാനങ്ങനെയൊന്നും പറഞ്ഞില്ല സാറേ. ഇത് കേരളത്തിലെ കാലാവസ്ഥക്ക് നല്ലതെന്ന് പറഞ്ഞിട്ടു. സുരേഷൻ ഇരിക്കും.
ആകെ കൊയഞ്ഞു പറഞ്ഞ കേസാണല്ലോ സുരേഷ. ഹൗ കാൻ ഐ ഹെൽപ്പ് യു സർ? നിന്റെ ഒരു ഹെൽപ്പും ഇല്ലാതെ നിന്നെ പിടിക്കാൻ അറിയാമെങ്കിലേ നിന്നെ തൂക്കിക്കൊല്ലാനും എനിക്കറിയാം. കൂടുതൽ വിളച്ചിലെടുത്താൽ മെഴുതിരി കൊണ്ട് കത്തിച്ച് കൊന്നളേ നിന്നെ ഞാൻ. മനസ്സിലായടാ? ആ സുമലത പറഞ്ഞുകൊണ്ട് മാത്ര സെക്ഷൻ 354 ഒതുക്കിയത്. ഏത് സുമലത? എത്ര സുമലതേനെ അറിയല്ലോ സുരേഷ് ചേട്ടനി? കേസ് എടുക്കലാണ് എൻ്റെ പണി, അല്ലാണ്ട് കേസ് ഒതുക്കലല്ല. ഈ ഹതഫാക്കിന് ഇതിൽ ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ പരിപാടിയായിട്ട് ഇറങ്ങി തിരിച്ചത്. അല്ലേ ബാലമ്മ? അല്ലാണ്ട് പിന്നെ ഒരേ മുനിസിപ്പാലിറ്റിയിലെ രണ്ട് ജാതിക്കാർ തമ്മിൽ യുദ്ധം ചെയ്താൽ പിന്നെ ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തിലൊക്കെ നമ്മളെന്താ അഭിപ്രായം പറയാനാ? അതിനെന്ത് യോഗ്യത ഉള്ള നമുക്ക്? അതുകൊണ്ട് നോ വാർ ആൻഡ് നോ കേസ്. ചെക്കനെ അടിച്ച് പുല്ല് പോലെ ആക്കിയിട്ട് ഇത് കേസ് കൊടുക്കണം. പോയിട്ട് പൊര കത്തിക്കാൻ വേണ്ടത്. ആ സാറേ, സുരേഷിന് വേണ്ടി നമ്മ മാപ്പ് വയ്ക്കാം. ഇനിയിപ്പോൾ ഇത് കുഴപ്പമാക്കിയാൽ സുഹാസിനെ വീട്ടുകാർ കൂടെ അറിഞ്ഞ ആകെ പ്രശ്നം. അതെ, ഒരു കല്യാണത്തിന് ശേഷം നോക്കാം എന്താ ചെയ്യേണ്ടത്. കല്യാണ ശേഷം എന്ത്? ഉച്ചക്ക് ഊണ്, വൈകുന്നേരം റിസപ്ഷൻ. കിട്ടണല്ലോ കിട്ടിയില്ലേ? ഇനി മിണ്ടാണ്ട് പോയി കടന്നുറങ്ങ്. അത് ശരിയാവൂലേ? സാറ് ഒരു 2 ദിവസം ഇവനെ പിടിച്ച് അകത്തിട്ടാലേ ശരിയാവുള്ളൂ. നിർത്ത്. ഉത്തമ, എൻ്റെ തല കറങ്ങുന്നുണ്ടോ? ഇതെങ്ങനെ നീട്ടിക്കൊണ്ടായിട്ട് കാര്യമില്ല. സുരേഷൻ കുറ്റവാളിയാണ്, പക്ഷെ അവനെ വെറുതെ വിടണം. ഒഴിവാക്കിക്കൂടെ സുമലതേ? ഇനി സുരേഷിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള ആത്മഹത്യ പ്രേരണ ഉണ്ടാവില്ല. അല്ലേ സുരേഷ? നീ എൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നെ പ്രേരിപ്പിച്ചാൽ ഞാനും പ്രേരിപ്പിക്കും. എന്നെ പ്രേരിപ്പിച്ച ഞാനും. ബാലമ്മ, മീനം 18 വരെ ആരും ആരെയും പ്രേരിപ്പിക്കുന്നില്ല. മതി. ബാലമ്മ, ഇസ്രായേലിൽ നിന്നും പലസ്തീനിലേക്കും പലസ്തീനിൽ നിന്നും ഇസ്രായേലിലേക്കും ഇനി ഒരു കടന്നുകയറ്റവും ഇല്ല. ഇല്ല. അപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായില്ലേ? വിട്ടോ. തേച്ചല്ലടാ. നാടകമൊന്നും പറഞ്ഞാൽ വരട്ടെ. വെള്ളത്തെല്ലാം വീണ് ആകെ ചണ്ടിപുണ്ടിയായതല്ലേ? ഒരു ചായ കുടിച്ചാലോ? ചൂട് ചായ. സുമലത, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നമുക്ക് ഒന്ന് അങ്ങോട്ട് മാറിയിക്കാം. സുമലത ചാടി ചാവാൻ പറഞ്ഞാൽ ചത്തിരിക്കണം. ചങ്ക് വരച്ച് തരണമെന്ന് പറഞ്ഞാൽ തന്നിരിക്കണം. അല്ലാതെ ഒരു പരിപാടിക്കും എന്നെ കിട്ടൂല. പ്രോമിസ് ഷുഡ് ബി പ്രോമിസ്. വാ പ്രിയേഷേട്ടാ. അന്നേരം ചത്താപ്പോരായിരുന്നു. 60 വർഷങ്ങൾക്ക് ശേഷം ഇടയിലക്കാട് കാവിലെ കളിയാട്ട മഹോത്സവത്തിനോട് അനുബന്ധിച്ച് നടക്കുന്ന കലാ സാംസ്കാരിക പരിപാടികളുടെ ചർച്ചയ്ക്കായി കലാ ആസ്വാദകരെയും ഭക്തജനങ്ങളെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു അമ്പല കമ്മിറ്റി. നീ തിരിച്ചു വന്നു? हाँ जी, मुझे आपसे मन की बात करना है. അവശ്യ കീജിയെ. ഇടയിലക്കാട് കാവിലെ കളിയാട്ടം 60 കൊല്ലം കഴിഞ്ഞ് നടത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുമായിരുന്നു. എടോ, 60 വർഷം കഴിഞ്ഞ് നടത്തുന്ന കളിയാട്ടം ആലോചിക്കാനാണോ നീ ഇപ്പം വന്ന്? അത് 60 വർഷം കഴിഞ്ഞിട്ട് ആലോചിച്ചാൽ പോരെ? നേരെ മത്ലബ് അതല്ല. 60 കൊല്ലം മുമ്പ് നടന്നതാണ് ഇപ്പം നടക്കാൻ പോകുന്നത്. ഇനി ഇത് 60 കൊല്ലം കഴിഞ്ഞേ നടക്കൂ. അപ്പൊ ബാലമ്മാവനൊക്കെ നടക്കാനുണ്ടാവോ ആവോ? നീ എന്നെ നടത്താനാണ് ഈ പെട്ടിയും തൂക്കി ഇങ്ങോട്ട് പോകുന്നത്? അല്ല, ആദരിക്കാൻ. ബാലമ്മാവന്റെ നാടക തപസ്യക്കുള്ള ആദരമായി ഈ കളിയാട്ടത്തിന് സദാരാമ അരങ്ങേറുന്നു. വീട്ടിൽ പുറത്താക്കില്ലേ? ഒരു സീനിയർ നാടക പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ബാലന്മാരുടെ നാടക തപസ്യക്ക് ആദരം കൊടുത്തേ പറ്റൂ. അതെ, അത് കൊടുക്കണ്ട. ബാലന്മാൻ നല്ലൊരു കലാകാരനാണ്. പക്ഷേ ബാലമ്മൻ ഭാഗമായ ഒരു പരിപാടിയും ഇതുവരെ പൂർത്തിയായിട്ടില്ല.
ഓരോ ദുരന്തങ്ങൾ വരും. അത് മാത്രമല്ല, നാടകപ്രേമം ഈ നാടിന് ശാപം മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. നാടകം മാത്രം ശാപം കൊണ്ടുവന്നിട്ടു, പ്രേമം കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ചില പ്രേമമുണ്ട്. നാടകം എനിക്ക് എന്ത് ശാപാന്ന് കൊണ്ടുവന്നെ? നീയൊക്കെയല്ലേ നാടകത്തിന് ശാപം? ഒരു ബ്രേക്ക് എടുക്കാം. അല്ല മുല്ലേട്ടാ, നിങ്ങൾക്ക് എന്താ നമ്മ ബാലന്മാരുമായിട്ട് പ്രശ്നമോ? ബാലമാൻ എന്നോടാടാ പ്രശ്നം ഉത്തമ, അതെനിക്കറിയില്ലേ. എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. ഇല്ലെങ്കിൽ ഇത്രയും കാലമായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും എന്നോട് നാടകത്തിൽ അഭിനയിക്കുന്നു ചോദിച്ചു. അതിന് നിങ്ങൾ ഓൾറെഡി ജോത്സ്യനായി അഭിനയിക്കുന്നില്ലേപ്പാ? കള്ളനായി, ഞാൻ ശരിക്കും ജോത്സ്യനല്ലടാ, ആസ്ട്രോളജർ. ഈ ആസ്ട്രോളജർക്ക് നാടകത്തിൽ അഭിനയിക്കാൻ അറിയാം. അറിഞ്ഞിട്ടാ ഞാൻ ജോത്സ്യം ചെയ്യുന്നത്? എല്ലാം കറക്റ്റാവുന്നില്ലേ? അതുപോട്ട് നടക്കാൻ അറിഞ്ഞിട്ടാ ബാലന്മാൻ ഈ തോന്നിയാസൊക്കെ കാണിക്കുന്നത്? എല്ലാം നിന്റെ കഴിവല്ലടാ നടത്തുന്നത്. പത്മാവതിയുടെ അച്ഛൻ പ്രതാപവർമ്മ തമ്പുരാൻ്റെ ചെങ്കോലും കിരീടവും ഇപ്പോഴും പൊടിപിടിച്ച് കിടക്കുന്നുണ്ട്. എന്നിരിക്കെ കാമപാലന്റെ അടുക്കുന്ന രക്ഷപ്പെട്ട പുഷ്പാങ്കദനും ഗന്ധർവനെ തോൽപ്പിച്ച സദാരമക്കും എന്ത് സംഭവിച്ചു എന്നറിയാൻ ഈ നാട്ടിലെ എല്ലാ പൗരന്മാർക്കും വിവരാവകാശ നിയമപ്രകാരം അവകാശമുണ്ട്. അതിനെ ആരും എതിര് നിൽക്കരുത് എന്നാണ് എൻ്റെ ഭരണഘടനാപരമായ അഭിപ്രായം. പോയിക്കോ പോയിക്കോ, എല്ലാവരും പോയിക്കോ. ഇനി നാടകത്തിന് കാണാം. നാഗര കാര്യം ഞാൻ തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞാൻ ഇടി കഴിക്കും. നീ ഭരണഘടന കാണിച്ച് പഠിപ്പിച്ചു അല്ലേ? അപ്പോൾ നാടകത്തിന് വരുമല്ലോ അല്ലേ? നിന്റെ വണ്ടിയിൽ രണ്ടാൾക്ക് കയറാൻ പറ്റൂലല്ലോ. കിട്ടിയല്ല, ഞാൻ വണ്ടി സ്റ്റാർട്ടായിക്കോ. ഇനിയും നാടക. ഈ വീടൊന്ന് സ്റ്റേബിളായി വരുന്നതേ ഇല്ലൂ. അതിനിടക്ക് ആദ്യം ഇളക്കല്ലേ. അതെന്താ പ്രമിള നീ അങ്ങനെ പറഞ്ഞത്? നാടകത്തിന് പോയത് കൊണ്ട് ഓനെന്താ ദോഷം പറ്റിയത്? ഒരു ദോഷവും പറ്റിയിട്ടാ. ഇനി പറ്റാണ്ടിക്കാനാ പറയുന്നത്. ഇവിടെ ഒരു പെണ്ണില്ലേ പുര നിറഞ്ഞു നിൽക്കുന്നു, ഓളെ കെട്ടിച്ചു വിടണ്ടേ? അതിന് പുര വലുതാക്കിയ പോലെ മോളെ പറഞ്ഞു വിടാം. അത് ന്യായം. സാംസ, നീ ആ തെങ്ങിന്റെ കയ്യിൽ നിന്ന് മാറിക്കോ. ആ സൂര്യാശം വന്നാൽ ഓന്റെ തലയിൽ പോകാൻ വേണ്ടിയിട്ട് വെച്ച ഉണക്ക തേങ്ങയുണ്ട് മേലെ. ഈ നാടകം കൂടെ കളിച്ചിട്ട് കരിയറിൽ ഒരു ബ്രേക്ക് എടുക്കാന്ന് വിചാരിച്ചാൽ അല്ല നാഹരെ, ഇങ്ങനെ കടുംപിടുത്തം പിടിക്കണ. ഒരു പ്രേമം അത് നീ കണ്ടുപിടിച്ചു, അടിച്ചോന്റെ സൂക്കേട് മാറ്റി. ഓളുടെ കല്യാണം പോലും ഫിക്സ് ആക്കിയില്ലേ നിങ്ങളല്ലേ യഥാർത്ഥ നാഹര്? അതിലൊന്നും ഒരു സംശയമില്ല. കാമപാലന്റെ ആത്മാവ് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ടെന്നാണ് കേട്ടത്. ഒഴിപ്പിക്കണ്ടേ? അതിന് പറ്റിയ നാള് ഈ മീനത്തിലെ ആയില്ല.